അടുത്ത ടാസ്ക്. ഓക്കെ, ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ ആങ്കർ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, വായിക്കേ. പൈസ ഇല്ലാത്ത ആങ്കർ. കാശിമേള ടാസ്ക് 2, കുഴിപ്പണം. കാശിമേളയിലെ ഈ രണ്ടാമത്തെ ടാസ്കിലൂടെയും നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന പരമാവധി തുക 50,000 രൂപയാണ്. ആക്ടിവിറ്റി ഏരിയയിൽ നിറയെ ദ്വാരങ്ങളുള്ള ഒരു പ്രതലം ഉണ്ടായിരിക്കും. ഹാൻഡിലുള്ള ഈ പ്രതലത്തിന്റെ ഒരു വശത്ത് 5 കപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ബസർ കേൾക്കുമ്പോൾ മാർക്കിൽ നിന്ന് ചുവന്ന വട്ടത്തിൽ ബോൾ വെച്ച് ഹാൻഡിൽ പിടിച്ച് പ്രതലം ചലിപ്പിച്ച് ഓരോ ബോളുകൾ വീതം ദ്വാരങ്ങളിൽ വീഴാത്ത രീതിയിൽ ബാലൻസ് ചെയ്തു കൊണ്ടുപോയി മറുവശത്തുള്ള കപ്പുകളിൽ ഇടുക എന്നതാണ് ടാസ്ക്. അതവിടെ ചിലപ്പോൾ മനസ്സിലാകും, എനിക്കും പ്രത്യേകിച്ച് ഇപ്പൊ മനസ്സിലായിട്ടില്ല. ഇത്തരത്തിൽ ഒരു കപ്പിൽ ബോൾ കൃത്യമായി വീഴ്ത്തിയാൽ ലഭിക്കുന്നത് 10,000 രൂപയായിരിക്കും. വീഴാൻ പാടില്ല അല്ലെ? പാടില്ല. ഒരാൾക്ക് ടാസ്ക് ചെയ്യാനായി 1 മിനിറ്റ് ആയിരിക്കും ലഭിക്കുക. ഒരാൾ ബോൾ വീഴ്ത്തിയ കപ്പിൽ മറ്റൊരാൾക്ക് ബോൾ ഇടാൻ സാധിക്കില്ല. ഏത് ക്രമത്തിൽ വരണമെന്ന് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ആദ്യം വരുന്നവർ വിജയിച്ചാൽ എല്ലാവർക്കും തുല്യമായ അവസരം ലഭിക്കണമെന്നില്ല. 50,000 രൂപ നേടുന്നത് വരെയോ ഇല്ലെങ്കിൽ എല്ലാവരുടെയും സമയം തീരുന്നത് വരെയോ മാത്രമായിരിക്കും ഈ മത്സരം. ഗുഡ് ലക്ക് ബിഗ് ബോസ്. തീർച്ചയായിട്ടും വായിക്കാം. ഓക്കെ, മറ്റൊന്നും വായിക്കണ്ട. ഓക്കെ. ആക്ടിവിറ്റി ഏരിയയിൽ നിറയെ ദ്വാരങ്ങളുള്ള ഒരു പ്രതലം ഉണ്ടായിരിക്കും. ഹാൻഡിലുള്ള ഈ പ്രതലത്തിന്റെ ഒരു വശത്ത് 5 കപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ബസർ കേൾക്കുമ്പോൾ മാർക്കിൽ നിന്ന് ചുവന്ന വട്ടത്തിൽ ബോൾ വെച്ച് ഹാൻഡിലിൽ പിടിച്ച് പ്രതലം ചലിപ്പിച്ച് ഓരോ ബോളുകൾ വീതം ദ്വാരങ്ങളിൽ വീഴാത്ത രീതിയിൽ ബാലൻസ് ചെയ്തു കൊണ്ടുപോയി മറുവശത്തുള്ള കപ്പുകളിൽ ഇടുക എന്നതാണ് ടാസ്ക്. ഇല്ല. ഓക്കെ, ഇത്തരത്തിൽ ഒരു കപ്പിൽ ബോൾ കൃത്യമായി വീഴ്ത്തിയാൽ ലഭിക്കുന്നത് 10,000 രൂപയായിരിക്കും. ഒരാൾക്ക് ടാസ്ക് ചെയ്യാനായി 1 മിനിറ്റ് സമയമാണ് ലഭിക്കുക. പിന്നെ ടാസ്ക് ഇല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയില്ല വായിക്കുന്നത്. ഒരാൾ ബോൾ വീഴ്ത്തിയ കപ്പിൽ മറ്റൊരാൾക്ക് ബോൾ ഇടാൻ സാധിക്കില്ല. ഏത് ക്രമത്തിൽ വരണമെന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ആദ്യം വരുന്നവർ വിജയിച്ചാൽ എല്ലാവർക്കും തുല്യമായ അവസരം ലഭിക്കണമെന്നില്ല. നോട്ട് പോയിന്റ്. 50,000 രൂപ നേടുന്നത് വരെയോ ഇല്ലെങ്കിൽ എല്ലാവരുടെയും സമയം തീരുന്നത് വരെയോ മാത്രമായിരിക്കും ഈ മത്സരം. ഗുഡ് ലക്ക് ബിഗ് ബോസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഭാഗ്യക്കല്യാണ്. ആദ്യം ആര് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. കണക്കെന്ന് പറയുള്ളൂ. ഭാഗ്യം എട്ടൊക്കെ വന്നപ്പോ